ഫ്ലോയം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ്. വരുന്ന 10th ലെവൽ എക്സാമുകൾക്കും ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത് ഏത് രാജ്യത്തെ പാർലമെന്ററി രീതി പ്രകാരമാണ്? ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത് ഏത് രാജ്യത്തെ പാർലമെന്ററി രീതി പ്രകാരമാണ്? ഫ്രാൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമ സംഹിതയാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമ സംഹിതയാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ എത്ര പേരാണ് സന്നിഹിതരായിരുന്നത്? 211 പേർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ എത്ര പേരാണ് സന്നിഹിതരായിരുന്നത്? 211 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ആരാണ്? മോട്ടൂരി സത്യനാരായണ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് മോട്ടൂരി സത്യനാരായണ. ഭരണഘടനയുടെ കരട് പരിശോധിക്കുന്നതിനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആയിരുന്നു. ഭരണഘടനയുടെ കരട് പരിശോധിക്കുന്നതിനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഹൗസ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഹൗസ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. ഏത് രാജ്യത്ത് നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം പ്രധാനമായി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ. ഏത് രാജ്യത്ത് നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യ പ്രധാനമായും കടമെടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ. ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ്? മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും പ്ലാനിംഗ് കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ്? മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന സമ്പ്രദായം ഇന്ത്യ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ജർമ്മനിയിലെ വെയ്മർ ഭരണഘടനയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന സമ്പ്രദായം ഇന്ത്യ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ജർമ്മനിയിലെ വെയ്മർ ഭരണഘടന. ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യം ഏത് രാജ്യത്തേതുമായിട്ടാണ്? ബ്രിട്ടൻ. ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യം ഏത് രാജ്യത്തേതുമായിട്ടാണ്? ബ്രിട്ടൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടൻ. പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? USA. പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? USA. നിയമത്താൽ സംസ്ഥാപിതമായ നടപടിക്രമം എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? USA. നിയമത്താൽ സംസ്ഥാപിതമായ നടപടിക്രമം എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? USA. ശക്തമായ കേന്ദ്രത്തോടുകൂടി ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്ന ഏത് രാജ്യത്തോടാണ്? കാനഡ. ശക്തമായ കേന്ദ്രത്തോടുകൂടിയ ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്ന ഏത് രാജ്യത്തോടാണ്? കാനഡ. ഇന്ത്യൻ ഭരണഘടനയെ ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മോറിസ് ജോൺസ്. ഇന്ത്യൻ ഭരണഘടനയെ ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മോറിസ് ജോൺസ് ആണ്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ആമുഖം. ഭരണഘടനയുടെ ജീവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖത്തെയാണ്. ഭരണഘടനയുടെ ജീവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖത്തെയാണ്. ആമുഖം ഭേദഗതി ചെയ്ത ശേഷം ഇന്ത്യ എപ്രകാരമുള്ള രാജ്യമാണെന്നാണ് ആമുഖം വ്യക്തമാക്കുന്നത്? സോവറിൻ, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, റിപ്പബ്ലിക്. ആമുഖം ഭേദഗതി ചെയ്ത ശേഷം ഇന്ത്യ എപ്രകാരമുള്ള രാജ്യമാണെന്നാണ് ആമുഖം വ്യക്തമാക്കുന്നത്? സോവറിൻ, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, റിപ്പബ്ലിക്. ഭരണഘടനയുടെ 1-ാം ഭാഗം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? യൂണിയനെ കുറിച്ചും പ്രദേശങ്ങളെ കുറിച്ചുമാണ്. ഭരണഘടനയുടെ 1-ാം ഭാഗം പ്രതിപാദിക്കുന്നത് യൂണിയനെ കുറിച്ചും പ്രദേശങ്ങളെ കുറിച്ചുമാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെ കുറിച്ചാണ്.
ഭരണഘടനയുടെ രണ്ടാം ഭാഗം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? പൗരത്വം. മൗലിക അവകാശങ്ങളെ കുറിച്ച് ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതി. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ ആരാണ്? ഗവർണർ. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗവർണറാണ്. 2019 പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി എന്നാണ്? 2019 ഡിസംബർ 12 പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത്. എന്നാണ്? 2019 ഡിസംബർ 12. ഇന്ത്യൻ പൗരന് എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ പൗരനുള്ളത്. ഇന്ത്യൻ പൗരന് എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവകാശം ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്ന അവകാശം ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 19 മുതൽ 22 വരെ. അപ്പൊ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതും മൗലിക അവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്? റിട്ടാണ്. മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്? റിട്ട്. ബഹുമതികളുടെ റദ്ദാക്കൽ ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? സമത്വത്തിനുള്ള അവകാശം. ബഹുമതികൾ റദ്ദാക്കൽ ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശത്തിലാണ് ബഹുമതികൾ റദ്ദാക്കൽ ഉൾപ്പെടുന്നത്. സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കായി പ്രത്യേക നിയമ സംരക്ഷണത്തിന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? 15(3). സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കായി പ്രത്യേക നിയമ സംരക്ഷണത്തിന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം 15(3) ഇന്ത്യയിലുള്ള പൗരന്മാർക്കും പൗരന്മാർ അല്ലാത്തവർക്കും ബാധകമായ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21 ഇന്ത്യയിലുള്ള പൗരന്മാർക്കും പൗരന്മാർ അല്ലാത്തവർക്കും ബാധകമായ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 എന്താണ് ആർട്ടിക്കിൾ 21 എന്ന് അറിയുന്നവർ കമന്റ് ചെയ്യണേ. ആർട്ടിക്കിൾ 21 എന്താണ്? ഇന്ത്യയിലുള്ള പൗരന്മാർക്കും പൗരന്മാർ അല്ലാത്തവർക്കും ബാധകമായ ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. അതിലെന്താണ് ആർട്ടിക്കിൾ 21 എന്ന് കമന്റ് ചെയ്യുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 21A, 51A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 21A, 51A. ചില പ്രത്യേക കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 22 ആർട്ടിക്കിൾ 22 ചില പ്രത്യേക കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അപ്പൊ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 22. അടിമവേലയും മനുഷ്യക്കടത്തും തടയലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അടിമവേലയും മനുഷ്യക്കടത്തും തടയലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 24 ആർട്ടിക്കിൾ 24. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 26 അനുച്ഛേദം 26 മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 1978 44 ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അനുച്ഛേദം ഏതാണ്? 31. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1978 44 ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അനുച്ഛേദം ഏതാണ്? 31. മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അനുച്ഛേദം. അപ്പം 1978 44 ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട എന്താണെന്നറിയാലോ? സ്വത്തവകാശമാണ് അല്ലേ? ആ സ്വത്തവകാശം അപ്പൊ ഏത് അനുച്ഛേദമാണെന്ന് ചോദിച്ചാൽ അതേതാണ്? 31 ആർട്ടിക്കിൾ 31 1978 44 ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അനുച്ഛേദം ആർട്ടിക്കിൾ 31. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 300A. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 300A ആണ്. സ്വത്തവകാശം ഇപ്പോൾ ഏതുതരം അവകാശമാണ്? നിയമപരമായ അവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും അനുച്ഛേദം 20, 21 എന്നിവ പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ റദ്ദാകില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44 ഭേദഗതി. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും അനുച്ഛേദം 20, 21 എന്നിവ പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ റദ്ദാകില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 ഭേദഗതി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? രാഷ്ട്രപതി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള
നിയമത്തിനു മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയിൽ വോട്ടവകാശം ഏതുതരം അവകാശത്തിന് ഉദാഹരണമാണ്? ഇന്ത്യയിൽ വോട്ടവകാശം ഭരണഘടനാപരമായ അവകാശമാണ്. അപ്പൊ ഇന്ത്യയിൽ വോട്ടവകാശം ഏതുതരം അവകാശത്തിന് ഉദാഹരണമാണ്? ഭരണഘടനാപരമായ അവകാശം. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്താണ്? ക്ഷേമരാഷ്ട്രം എന്നതാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം ക്ഷേമരാഷ്ട്രം എന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. എവിടെ നിന്നാണ് പ്രസ്തുത ആശയം അയർലൻഡ് സ്വീകരിച്ചത്? സ്പാനിഷ് ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. എവിടെ നിന്നാണ് പ്രസ്തുത ആശയം അയർലൻഡ് സ്വീകരിച്ചത്? സ്പാനിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിർദ്ദേശക തത്വം ഏതാണ്? അനുച്ഛേദം 40 ആണ്. ആർട്ടിക്കിൾ 40 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിർദ്ദേശക തത്വമാണ്. എന്തോന്ന്? ആർട്ടിക്കിൾ 40. നിർദ്ദേശക തത്വത്തിലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണത്തെ കുറിച്ച് പറയുന്നത്. അത് ആർട്ടിക്കിൾ 40 യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? യൂണിഫോം സിവിൽ കോഡ് 44 യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 44. മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 47 ആർട്ടിക്കിൾ 47 മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ഇന്ത്യയിലെ പ്രതിരോധ സേനയുടെ പരമാധിപത്യം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? രാഷ്ട്രപതിയിൽ. ഇന്ത്യയിലെ പ്രതിരോധ സേനയുടെ പരമാധിപത്യം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? രാഷ്ട്രപതിയിൽ. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? വൈസ് പ്രസിഡന്റിന്. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? വൈസ് പ്രസിഡന്റിനാണ്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത്. ഇന്ത്യയിൽ പ്രസിഡന്റിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടിക്രമമായ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 61. അപ്പോൾ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 61. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാൻ അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാനുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ്. രാഷ്ട്രപതി ഭവനിൽ 2023 സ്ഥാപിതമായ ട്രൈബൽ ആർട്ട് ഗാലറി ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രപതി ഭവനിൽ 2023 സ്ഥാപിതമായ ട്രൈബൽ ആർട്ട് ഗാലറി ഏതാണ്? ജൻജാതീയ ദർപ്പൺ. രാഷ്ട്രപതി ഭവനിൽ 2023 സ്ഥാപിതമായ ട്രൈബൽ ആർട്ട് ഗാലറിയാണ് ജൻജാതീയ ദർപ്പൺ. വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളാണ്. അപ്പൊ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ ചേർന്നാണ്. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 63 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 63 ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ അധ്യക്ഷൻ ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ അധ്യക്ഷൻ ആരാണ്? വൈസ് പ്രസിഡന്റ്. ക്യാബിനറ്റിന്റെ സുരക്ഷാ സമിതിയുടെ തലവൻ ആരാണ്? പ്രധാനമന്ത്രി. ക്യാബിനറ്റിന്റെ സുരക്ഷാ സമിതിയുടെ തലവൻ ആരാണ്? പ്രധാനമന്ത്രി. ലോക്സഭയിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? സ്പീക്കർക്കാണ്. ലോക്സഭയിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? സ്പീക്കർക്കാണ്. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ആർക്കാണ് അധികാരം? പാർലമെന്റ്. പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഓർഡിനൻസ്. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഓർഡിനൻസ്. അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആരാണ്? പ്രസിഡന്റ്. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962 പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത് എന്നാണ്? 1962. സ്വന്തമായ നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. സ്വന്തമായി നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? പാർലമെന്റ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പാർലമെന്റിലെ പരമാവധി നോമിനേറ്റഡ് അംഗങ്ങൾ എത്രയാണ്? 12. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ പാർലമെന്റിലെ പരമാവധി നോമിനേറ്റഡ് അംഗങ്ങൾ എത്ര പേരാണ്? 12 പേരാണ്. പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം എത്രയാണ്? കേവല ഭൂരിപക്ഷമാണ് വേണ്ടത്. പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദം
102 പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 102 പാർലമെന്റ് സമ്മേളനത്തിൽ അനുച്ഛേദം 87 പ്രകാരം രാഷ്ട്രപതി നിർത്തിവെക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൊറോഗേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പാർലമെന്റ് സമ്മേളനം അനുച്ഛേദം 87 പ്രകാരം രാഷ്ട്രപതി നിർത്തിവെക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൊറോഗേഷൻ. ഓക്കെ. പാർലമെന്റിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയിലെ അംഗം ചെയർമാനായി നിയമിക്കപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പാർലമെന്റിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയിലെ അംഗം ചെയർമാനായി നിയമിക്കപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പ്രധാന പ്രതിപക്ഷ കക്ഷിയിലെ അംഗമാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലെ ചെയർമാനായി നിയമിക്കപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്? ആർട്ടിക്കിൾ 108 പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്? അനുച്ഛേദം 108. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചെലവുകൾ നിയന്ത്രിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെന്റിൽ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചെലവുകൾ നിയന്ത്രിക്കാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പാർലമെന്റിൽ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുന്നത് എവിടെയാണ്? ലോക്സഭയിൽ മാത്രമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. ലോക്സഭയിൽ മാത്രമേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോക്സഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 330. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോക്സഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 330 ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് പരമാവധി എത്ര അംഗങ്ങളാകാം? ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് പരമാവധി 530 അംഗങ്ങളാവാം. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് പരമാവധി എത്ര അംഗങ്ങളാകാം? 530 അംഗങ്ങൾ. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് പരമാവധി എത്ര അംഗങ്ങളാകാം? 20 അംഗങ്ങൾ. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് പരമാവധി എത്ര അംഗങ്ങളാകാം? 20 അംഗങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ലോക്സഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ലഡാക്ക്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് ആരാണ്? അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലായി നിയമിക്കപ്പെടുന്നതിന് ഏത് പദവിയിൽ നിയമിക്കപ്പെടുന്നതിന് ആവശ്യമായ യോഗ്യതകളാണ് ഉണ്ടായിരിക്കേണ്ടത്? സുപ്രീം കോടതി ജഡ്ജി. അറ്റോർണി ജനറലായി നിയമിക്കപ്പെടുന്നതിന് ഏത് പദവിയിൽ നിയമിക്കപ്പെടുന്നതിന് ആവശ്യമായ യോഗ്യതകളാണ് ഉണ്ടായിരിക്കേണ്ടത്? സുപ്രീം കോടതി ജഡ്ജി. സുപ്രീം കോടതി ജഡ്ജിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഒരു ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്? 123. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്? അനുച്ഛേദം 123. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? ഗവർണർക്കാണ്. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? ഗവർണർക്കാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 213 ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 213. സംസ്ഥാനങ്ങളിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. സംസ്ഥാനങ്ങളിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമത്തിൽ ഉണ്ടായിരിക്കേണ്ട യോഗ്യതയാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജിയുടെ. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമത്തിൽ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജിയുടെ. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിലെ എത്ര വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? 5 വിഷയങ്ങൾ. അപ്പൊ ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിലെ എത്ര വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്?
5 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42ാം ഭേദഗതി പ്രകാരം. അത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അളവ് തൂക്ക സമ്പ്രദായം, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. അപ്പൊ ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ? ഏതൊക്കെയാണ്? 42ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അളവ് തൂക്ക സമ്പ്രദായം, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. ഓക്കെ, ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ എല്ലാം പഠിച്ചു പോകാം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മന്ത്രിസഭ തീരുമാനങ്ങൾ അനുസരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്? 42ാം ഭേദഗതിയിലൂടെയാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്? 42ാം ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് തന്നെയാണ്. സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്ക് തന്നെ. കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 52ഉം 91ഉമാണ്. കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? 52ഉം 91ഉം. ഏതൊക്കെ ഭേദഗതികളാണ്? ഭേദഗതികളാണ്, ആർട്ടിക്കിൾ അല്ല, ഭേദഗതികളാണ്. കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 52, 91. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം എന്ന പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്? ഇപ്പൊ ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്? ഏത് ഭേദഗതിയിലൂടെയാണ്? 73, 74 ഭേദഗതിയിലൂടെയാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ സംവരണം 50%. 33% സംവരണം ഏർപ്പെടുത്തിയതാണ് 73, 74 ഭേദഗതിയിലൂടെ. നിലവില് 50% സംവരണം സ്ത്രീകൾക്ക്. ഭരണഘടനയുടെ 86ാം ഭേദഗതി നടത്തിയത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? അടൽ ബിഹാരി വാജ്പേയി. ഭരണഘടനയുടെ 86ാം ഭേദഗതി നടത്തിയത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? 86ാം ഭേദഗതി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് 86ാം ഭേദഗതി. ഓക്കെ, ഭരണഘടനയുടെ 86ാം ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 2002 ഡിസംബർ 12-നാണ്. ഭരണഘടനയുടെ 86ാം ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 2002 ഡിസംബർ 12-ന്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 40 ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 40-ലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏത് വർഷമാണ് രാജസ്ഥാനിൽ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്? 1959-ലാണ്. ഏത് വർഷമാണ് രാജസ്ഥാനിൽ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്? 1959-ൽ രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ജില്ലാ പഞ്ചായത്താണ്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ജില്ലാ പഞ്ചായത്ത്. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11ാം പട്ടികയിലാണ്. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11ാം പട്ടിക. ഭരണഘടനയുടെ 12 പട്ടികകളിൽ 11ാമത്തെ പട്ടിക പറയുന്നത് പഞ്ചായത്തി രാജാണ്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ അനുവദിക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. LM സിംഗ്വി കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ അനുവദിക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റി. ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 13 ആണ്. ജുഡീഷ്യൽ റിവ്യൂ, ഇതാണ് ആർട്ടിക്കിൾ 13 ആണ് ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട PSC ഇനി ചോദിക്കാൻ സാധ്യതയുള്ള, ഇനിയുള്ള എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോയത്. ഭരണഘടനയുടെ ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, നന്നായി പഠിച്ച് നന്നായിട്ട് ക്ലാസ്സുകൾ നോട്ട്സ് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, നോട്ട്സ് എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ആരും മിസ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.